Hi all, welcome to Competitive Cracker. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ K4 സംസ്കൃതം പരീക്ഷയുടെ നമ്മുടെ സിലബസിലുള്ള വൈദിക സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയിട്ട് നോക്കാം. അപ്പൊ നമുക്കറിയാം അല്ലേ, K4 സംസ്കൃതത്തിന്റെ സിലബസിൽ സംസ്കൃത ശാസ്ത്രം സാഹിത്യം ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട് അല്ലെ. സംസ്കൃത സാഹിത്യ ഇതിഹാസ അല്ലെങ്കിൽ സംസ്കൃത ശാസ്ത്രം സാഹിത്യം ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് വൈദിക സാഹിത്യം എന്ന് പറയുന്ന ഒരു ഏരിയ. ഏതൊക്കെയാണ് 4 വേദം, അതിന്റെ ആരണ്യകങ്ങള്, ബ്രാഹ്മണങ്ങള്, ഉപനിഷത്തുകൾ ഏതൊക്കെയാണ്, അതുപോലെ ഋത്വിക്കാരാണ്, ആചാര്യനാരാണ്, ഉപവേദം ഏതാണ്, ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവരും അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യായിരിക്കും. നമുക്ക് ഈ ഒരു ഭാഗത്തിന്റെ ക്ലാസ് നോക്കാം. വൈദിക സാഹിത്യം എത്ര വേദങ്ങളാണുള്ളത്? 4 വേദങ്ങൾ, ചത്വാരി വേദാനി. ഏതൊക്കെ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എത്ര വേദങ്ങളാണ്? 4 വേദങ്ങളാണ്. എല്ലാവർക്കും അറിയാം അല്ലെ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇങ്ങനെ 4 വേദങ്ങളാണ് ഉള്ളത്. ഇതിൽ ഓരോ വേദങ്ങളും നമുക്ക് പഠിക്കാം. അപ്പൊ ഋഗ്വേദത്തിലേക്ക് വരുന്ന സമയത്ത് ഋഗ്വേദം നമ്മള് 2 രീതിയിലും മണ്ഡലക്രമത്തിലും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അഷ്ടകക്രമത്തിലും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മണ്ഡലക്രമത്തിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഋഗ്വേദത്തിന് 10 മണ്ഡലങ്ങളും 1028 സൂക്തങ്ങളും 10580 മന്ത്രങ്ങളുമാണ് ഉള്ളത്. എന്താണ്? 10 മണ്ഡലം, 1028 സൂക്തം, 10580 മന്ത്രങ്ങളുമാണ് ഉള്ളത്. അപ്പോ ഋഗ്വേദത്തെ മണ്ഡലക്രമത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോഴും അഷ്ടകക്രമത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോഴും ഉള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മണ്ഡലക്രമത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 മണ്ഡലം, 1028 സൂക്തം, 10580 മന്ത്രങ്ങളുമാണ് ഉള്ളത്. ഇനി അഷ്ടകക്രമത്തിലാവുമ്പോഴോ 8 അഷ്ടകങ്ങൾ, 64 അധ്യായം, 85 അനുവാകം, 2006 വർഗം. അഷ്ടകക്രമത്തിലാവുമ്പോൾ 8 അഷ്ടകം, 64 അധ്യായം, 85 അനുവാകം, 2006 വർഗവുമാണ് ഉള്ളത്. ഇനി ഋഗ്വേദത്തിന് 5 ശാഖകളാണുള്ളത്. ഋക് സംഹിതയ്ക്ക് 5 ശാഖകളാണുള്ളത്. ഏതൊക്കെ? ശാകല, ഭാഷ്കല, ആശ്വലായന, ശാഖായന, മാണ്ഡൂകായന. ഒന്നുകൂടി പറയാം. ശാകല, ഭാഷ്കല, ആശ്വലായന, ശാഖായന, മാണ്ഡൂകായന. ഇങ്ങനെ 5 ശാഖകളാണുള്ളത്. പിന്നെ ഋഗ്വേദത്തിന്റെ ബ്രാഹ്മണവും ആരണ്യകവും ഉപനിഷത്തുകളും ഏതൊക്കെയാണ്? ഒരുമിച്ച് പഠിക്കാം അല്ലെ. എന്താണ്? ഐതരേയം, കൗശീതകി. ബ്രാഹ്മണ ആവുമ്പോ ഐതരേയ ബ്രാഹ്മണം, കൗശീതകി ബ്രാഹ്മണം. ആരണ്യക ആവുമ്പോ ഐതരേയ ആരണ്യകം, കൗശീതകി ആരണ്യകം. ഉപനിഷത്ത് ആവുമ്പോ ഐതരേയ ഉപനിഷത്ത്, കൗശീതകി ഉപനിഷത്ത്. എളുപ്പമാണ് അല്ലെ. അപ്പൊ ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുകളും പഠിച്ചു. ഈ ഒരു ഭാഗത്ത് നിന്ന് വൈദിക സാഹിത്യത്തിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ, വേദത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? എത്ര ഭാഗമാണ്? 4 ഭാഗം. ഏതൊക്കെ? സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് പഠിക്കണം അല്ലെ. കാരണം അവസാനത്തെ ഭാഗം ഏതാണ്, ആദ്യത്തെ ഭാഗം ഏതാണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ സ്ഥിരം ഉണ്ടാവാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. അന്തിമ ഭാഗം ഏതാണ്? റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം അന്തിമ ഭാഗം ഏതാണെന്നുള്ളതാണ്. ഉപനിഷത്താണ് അവസാനം വരുന്നത്. അപ്പൊ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ വേദത്തിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരം ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് അത്. അപ്പൊ ബ്രാഹ്മണങ്ങൾ പറഞ്ഞു, അരണ്യകം പറഞ്ഞു, ഉപനിഷത്ത് പറഞ്ഞു. ഇനി ഋഗ്വേദത്തിന്റെ ഋത്വിക് ആരാണ്? ഹോതാവാണ് ഋത്വിക്. പൈലൻ ആചാര്യനും ആയുർവേദം ഋഗ്വേദത്തിന്റെ ഉപവേദവുമായിട്ട് പറയുന്നു. ഋത്വിക് ഹോത, ആചാര്യൻ പൈലൻ, ഉപവേദം ആയുർവേദം. ഇനി അടുത്ത വേദം നോക്കാം. യജുർവേദം. നമുക്കറിയാം അല്ലെ, 2 ഭാഗങ്ങൾ. ശുക്ല യജുർവേദവും ഉണ്ട്, കൃഷ്ണ യജുർവേദം ഉണ്ട്. അതിൽ ശുക്ല യജുർവേദത്തിന് 2 ശാഖകളാണുള്ളത്. മാധ്യന്തിന അല്ലെങ്കിൽ വാചസ്പനീയ ശാഖ, കാണ്വ ശാഖ. ഇങ്ങനെ 2 ശാഖകളാണ് ഉള്ളത്. കൃഷ്ണ യജുർവേദത്തിലേക്ക് വരുമ്പോ അവിടെ 4 ശാഖകളുണ്ട്. ഏതൊക്കെ? തൈത്തിരീയ ശാഖ, മൈത്രായണീയ ശാഖ, കഠശാഖ, കപിഷ്ടല ശാഖ. ഇങ്ങനെ 4 ശാഖകളുണ്ട്. അടുത്തത് ഇതിന്റെ ബ്രാഹ്മണങ്ങളാണ്. പ്രധാനപ്പെട്ട ബ്രാഹ്മണ ഗ്രന്ഥങ്ങള്
ശതപഥ ബ്രാഹ്മണവും തൈത്തിരീയ ബ്രാഹ്മണവും ആണ് യജുർവേദത്തിന്റെ പ്രധാന ബ്രാഹ്മണ ഗ്രന്ഥങ്ങള്. ആരണ്യകങ്ങള് തൈത്തിരീയം, മൈത്രായണീയ, ബൃഹദാരണ്യകം. അത് കഴിഞ്ഞ ഉപനിഷത്തിലേക്ക് വരുമ്പോൾ ഈശോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, കഠോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, പ്രധാനപ്പെട്ട 4 ഉപനിഷത്തുകൾ ഇവയാണ്. അപ്പൊ യജുർവേദത്തിന്റെ പ്രധാനപ്പെട്ട ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുകളും നമ്മൾ നോക്കി. ഇനി യജുർവേദത്തിന്റെ ഋത്വിക് ആരാണ്? അധുര്യമാണ് യജുർവേദത്തിന്റെ ഋത്വിക് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആചാര്യൻ വൈശമ്പായനനും ഉപവേദം ധനുർവേദവുമാണ്. അപ്പൊ യജുർവേദത്തിന്റെ ഋത്വിക് അധുര്യയും ആചാര്യൻ വൈശമ്പായനനും ഉപവേദം ധനുർവേദവുമാണ്. ഓക്കെ അല്ലേ? അടുത്ത വേദത്തിലേക്ക് പോവാം. സാമവേദം. സാമവേദത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ പൂർവാർഷികം ഉത്തരാർഷികം എന്ന് 2ആയിട്ട് സാമവേദത്തെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സാമവേദത്തിന് 3 ശാഖകളാണുള്ളത്. ഏതൊക്കെ? കൗതുമീയ ശാഖ, രാണായണീയ ശാഖ, ജൈമനീയ ശാഖ. ഇങ്ങനെ 3 ശാഖകളാണുള്ളത്. അതില് സാമവേദത്തിൻ്റെതായിട്ട് പറയുന്ന ബ്രാഹ്മണങ്ങൾ ഏതൊക്കെയാണ്? താണ്ഡ്യബ്രാഹ്മണം അല്ലെങ്കിൽ പഞ്ചവിംശ ബ്രാഹ്മണം, ഷഡ്വിംശ ബ്രാഹ്മണം, സാമവിധാന ബ്രാഹ്മണം, ആർഷേയ ബ്രാഹ്മണം, ദൈവതാധ്യയന ബ്രാഹ്മണം, സംഹിതോപനിഷത് ബ്രാഹ്മണം, ഛാന്തോഗ്യ ബ്രാഹ്മണം അല്ലെങ്കിൽ മന്ത്രബ്രാഹ്മണം, ഭാലവി ബ്രാഹ്മണം. ഇങ്ങനെ ഒരുപാട് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട്. തലവകാര ബ്രാഹ്മണവും ഒക്കെ സാമവേദത്തിന്റെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ്? താണ്ഡ്യം അല്ലെങ്കിൽ പഞ്ചവിംശം, ഷഡ്വിംശം, സാമവിധാനം, ആർഷേയം, ദൈവതാധ്യയനം, സംഹിതോപനിഷത്ത്, ഛാന്തോഗ്യം അല്ലെങ്കിൽ മന്ത്രം, ഭാലവി. ഇങ്ങനെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ വരുന്നു. ആരണ്യകത്തിലേക്ക് വരുമ്പോൾ തലവകാര ആരണ്യകമാണ് പ്രധാനപ്പെട്ട ഒരു ആരണ്യക ഗ്രന്ഥം. തലവകാരം തന്നെ ബ്രാഹ്മണവുമുണ്ട്. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്നാണ് തലവകാര ബ്രാഹ്മണം എന്ന് പറയുന്നത്. അതുപോലെ ആരണ്യകത്തില് തലവകാര ആരണ്യകം ഉണ്ട്. ഉപനിഷത്തുകളിലേക്ക് വരുമ്പോൾ കേനോപനിഷത്തും ഛാന്തോഗ്യോപനിഷത്തുമാണ് പ്രധാനപ്പെട്ട ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ സാമവേദത്തിന്റെ. ഇനി ഋത്വിക് ആരാണ്? ഉദ്ഗാതാവാണ് സാമവേദത്തിന്റെ ഋത്വിക്. അതുപോലെ തന്നെ ആചാര്യൻ ജൈമിനിയാണ്. ഇതിന്റെ ഉപവേദം എന്ന് പറയുന്നത് ഗാന്ധർവ വേദമാണ്. ഋത്വിക് ഉദ്ഗാത, ആചാര്യൻ ജൈമിനി, ഉപവേദം ഗാന്ധർവവേദം. അടുത്തിലേക്ക് പോവാം. അഥർവവേദം. അഥർവവേദത്തിന് 9 ശാഖകളാണ് ഉള്ളത്. ഏതൊക്കെ? ജലദ, ജാജല, സ്തൗത, മൗത, ശൗനകീയ, പിപ്പലാദ, ബ്രഹ്മവാദ, ദേവദർശ, ചാരണവൈദ്യ. ഒന്നുകൂടി പറയാം. ജലദം, ജാജലം, സ്തൗതം, മൗതം, ശൗനകീയം, പിപ്പലാദം, ബ്രഹ്മവാദം, ദേവദർശം, ചാരണവൈദ്യം. ഇങ്ങനെ 9 ശാഖകളാണുള്ളത്. ഇതിന്റെ ബ്രാഹ്മണ ഗ്രന്ഥം ഏതാണ്? ഒരു ബ്രാഹ്മണ അല്ലേ ഉള്ളത്? ഗോപദ ബ്രാഹ്മണമാണ് അഥർവവേദത്തിന്റെ പ്രധാനപ്പെട്ട ബ്രാഹ്മണ ഗ്രന്ഥം. ഉപനിഷത്തുകള് പ്രശ്ന, മുണ്ടക, മാണ്ഡൂക്യ. പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്. ഇങ്ങനെ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളും വരുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, അഥർവവേദത്തിന് ആരണ്യകങ്ങളില്ല. അങ്ങനെയും ചോദിക്കാം ഒരു ചോദ്യം. ആരണ്യകങ്ങളില്ലാത്ത വേദം ഏതാണ്? അഥർവവേദമാണ്. ഇനി അഥർവവേദത്തിന്റെ ഋത്വിക് ആരാണ്? ബ്രഹ്മയാണ് അഥർവവേദത്തിന്റെ ഋത്വിക്. ആചാര്യൻ സുമന്തു, ഉപവേദം സ്ഥാപത്യവേദം. ആചാര്യൻ സുമന്തു ആണ്. ഉപവേദമായിട്ട് പറയുന്നത് സ്ഥാപത്യവേദമാണ്. അപ്പൊ ഇത്രയാണ് വൈദിക സാഹിത്യത്തിൽ സാമാന്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ K4 സംസ്കൃതത്തിന് ഇത്രയും ഭാഗങ്ങളാണ് വൈദിക സാഹിത്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. വേദാംഗങ്ങളൊക്കെ പഠിക്കണം. വൈദിക സാഹിത്യത്തിന്റെ ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് CCയില് പുതിയ ബാച്ചസ് K4 സംസ്കൃതത്തിന്റെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം അല്ലെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ടൈം ടേബിളോട് കൂടി മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി എക്സാംസും പ്രോഗ്രസ് ഇവാലുവേഷനും ഒക്കെ ഉണ്ടാവും. നമുക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി 8589083568 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. മറ്റു വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.